കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു സ്റ്റോറി ഉണ്ട്, വായിച്ചോളാം. നല്ല അഭിപ്രായം നേടിയ സിനിമയാണ്. അപ്പൊ ആ ഒരു അവാർഡ് ടൈപ്പിലാണോ പോകുന്നത്? അല്ല, എന്തായാലും കണ്ട് തിയേറ്റർ ബെറ്ററാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് ബെറ്ററാണ്. കൊള്ളാം, സൂപ്പർ അഭിനയമാണ്. പടം എനിക്ക് ഈ പ്രാവശ്യം IFFK പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ച് മികച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ തിയേറ്റർ വരുമ്പം കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം 2024 ഫസ്റ്റ് സിനിമയാണ് എൻ്റെ. ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ആട്ടം. കാരണം എന്താ പറയുക, ഭയങ്കര ഒരു ഇൻറ്റൻസ് വിഷയമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അത് സിനിമാറ്റിക്കായിട്ട് നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നായിക സറീനൊക്കെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഡയറക്ടർ ആനന്ദ്, പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മികച്ചൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ പറയില്ല, ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷം അതുണ്ട്. പിന്നെ ഈ സിനിമയിൽ സംസാരിച്ചിരിക്കുന്ന ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നാടക ട്രൂപ്പിനെ മുൻനിർത്തി, അരങ്ങെന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിനെ മുൻനിർത്തി അതിലെ കലാകാരന്മാരെ വെച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഭയങ്കര ഒരു മൂല്യമുള്ളൊരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു തീവ്രത ഒട്ടും ചോരാതെ തന്നെ കുറേ സർക്കാസമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സും ഡയലോഗ്സും ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്താ പറയില്ലേ, ഞാനൊരു ആണായിട്ട് തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ പെണ്ണുങ്ങളടുത്ത് കാണിക്കുന്ന ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും അവരനുഭവിക്കുന്ന ഒരു പെയിനും ഒക്കെ ഒരു നാടകം കൂടെ വച്ചിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. നല്ല മികച്ചൊരു സിനിമയായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. IFFK ഭയങ്കര റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന ഒരു പടമാണ്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സിനിമയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. പെർസ്പെക്റ്റീവിൽ പറഞ്ഞ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ല പെർഫോമൻസ് ആണ്. എല്ലാം തിയേറ്റർ ആക്ടേഴ്സാണ്. ആട്ടം കൊള്ളാം. പുതിയ ഒരു ത്രില്ല് പടം, ഒരു സസ്പെൻസ് ഇട്ട് ചെയ്യുന്ന ഒരു കൊള്ളാം. നല്ല പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞതാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണുക പടം. നമുക്കൊരു നാടകം കാണുന്ന ഫീലിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. പടം ഫുള്ളില്ല, പക്ക ലൈവാണ് പടം. ഒരിക്കലും മോശം പറയാനായിട്ട് പടത്തിലൊന്നുമില്ല. ഭയങ്കര രസമായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പടം എന്ന് വെച്ചാൽ ഓരോ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ആയാലും നായികയായാലും പിന്നെ ഷാജോൺ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ വിനയ് ഫോർട്ട് ആയാലും അവരൊക്കെ പ്രൂൺ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരായിരുന്നു നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അവരൊക്കെ ആ ക്യാരക്ടേഴ്സ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം പുതുമുഖങ്ങളല്ല, എന്നാലും ചെറിയ സിനിമകളിൽ വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങളിലൊക്കെ കണ്ട ആൾക്കാരാണ്. അവരൊക്കെ അടിപൊളിയായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാനസിക സമ്മർദ്ദം നന്നായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നം ചുറ്റും നിൽക്കുന്ന ആൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു, പല സ്വഭാവത്തിലുള്ള ആൾക്കാർ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സംവിധാനം അടിപൊളിയായിട്ടുണ്ട്, തിരക്കഥ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ആൾക്കാർ പെർഫോമൻസ് ആയിട്ടുണ്ട്. ടോട്ടലി പടം നല്ല പടമാണ്. ഒന്നുമില്ല എങ്കിലും ഒരു നാടകത്തിൻ്റെ കഥയിൽ ഒരു സ്ത്രീയെ സംശയിക്കുന്നതിൻ്റെ കഥ. പടം ഒരു നോർമൽ, എനിക്ക് ഇതൊരു ചെറിയ ഡോക്യുമെൻ്ററി ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഫിലിം ഫെസ്റ്റിവലിനിട്ട് നല്ല റിവ്യൂ കണ്ടാണ്. ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പഠിച്ച ആൾക്കാരൊക്കെ ചെയ്യണേല്ലേ. അപ്പോൾ ഇത് നോർമൽ ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഇവർ എത്രത്തോളം ഇത് ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഇതിൽ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, മനുഷ്യൻ എത്രത്തോളം സെൽഫിഷ് ആണെന്ന്. ബാക്കി ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇച്ചിരി ആട്ടം ഉണ്ടായിരുന്നു. ഇതിലെ ഫീമെയിൽ റോൾ ചെയ്ത കൊച്ചിൻ്റെ ആട്ടമാണ് സത്യം പറഞ്ഞാൽ മെയിൻ ക്ലൈമാക്സിലേക്ക് കാണിക്കുന്നത്.